ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു മസാല ചായയുടെ റെസിപ്പിയാണ്. ചായ ഇഷ്ടമുള്ള എല്ലാവർക്കും മസാല ചായയും എന്തായാലും ഇഷ്ടമാവും. നല്ല കടുപ്പത്തിൽ ഒരുപാട് സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണിത്. അപ്പോൾ എല്ലാ പശുമാണ് പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മസാല ചായ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ മസാല ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് 5 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട വളരെ ചെറിയൊരു കഷ്ണം മതിയിട്ടാ, കൂടുതൽ വേണ്ട. പിന്നെ ഇതുപോലത്തെ ഒരു കഷ്ണം ചുക്ക് വേണം, അതായത് ഡ്രൈ ജിഞ്ചർ എന്ന് പറയില്ലേ, നമ്മൾ ഇഞ്ചി ഉണക്കിയത്. ചുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇഞ്ചി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലത്തെ 2 കുഞ്ഞ് സ്ലൈസസ് എടുക്കാം. ഇഞ്ചി കൂടിയാലും ഒരു കുത്ത് വരും നമ്മുടെ ചായക്ക്, അപ്പോൾ ഒരുപാട് വേണ്ട, ചെറിയ 2 കഷ്ണം മതി. പിന്നെ 2 നുള്ള് പെരിഞ്ജീരകം വേണം, സാധാ ജീരകമല്ല, ഫെനൽ സീഡ്സ് എന്ന് പറയില്ലേ, പെരിഞ്ജീരകമാണ് നമുക്ക് വേണ്ടത്. പെരിഞ്ജീരകവും അതെ, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് പട്ട ഒഴികെ, അതായത് സിന്നമൺ സ്റ്റിക്ക് ഒഴികെ ബാക്കി എല്ലാ സ്പൈസസും ഇതുപോലത്തെ ഒരു കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. പട്ട ചേർക്കണ്ട കേട്ടോ, പട്ട നമുക്ക് മാറ്റി വെക്കാം. ചുക്ക് നിങ്ങൾക്ക് ഫ്ലേവർ അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പട്ട ഇടുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി, ചതയ്ക്കാൻ നിൽക്കണ്ട. കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ 200 ml ഒരു ഗ്ലാസ്സിൽ, ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ചായയാണ് വെക്കണത് കേട്ടോ. പാൽ ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു അളവെന്ന് പറയുന്നത്, ഒരു റേഷ്യോ നമ്മൾ ഓരോ വീട്ടിലും നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഓരോ തരത്തിലല്ലേ വെക്കുക. ചിലർ പകുതി വെള്ളം പകുതി പാല് ഒരേ അളവിലെടുക്കും, ഹാഫ് ആയിട്ട് എടുക്കും. ചിലർ പാല് കൂടുതലെടുക്കും, വെള്ളം കുറച്ചെടുക്കും. ചിലർക്ക് അധികം കട്ടിയുള്ള ചായ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലിൻ്റെ അളവ് കൂടുതലും വെള്ളം കുറച്ച് അളവിൽ എടുത്തിട്ടുമാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ്സിനും 3/4 ഗ്ലാസ്സിനും ഇടയ്ക്കുള്ള അളവിൽ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 3.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഞാൻ ചേർക്കണ അളവായിരിക്കില്ല നിങ്ങളുടെ അളവ്. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ അനുസരിച്ചിട്ട്, ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് തേയില ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഇതുപോലത്തെ ഇലത്തേയിലാണ് കേട്ടോ. ഈ പൊടിച്ച തേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും, നല്ല കടുപ്പുണ്ടാവും. പക്ഷേ ഇത് അധികം ചേർക്കണം കടുപ്പം ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ തേയിലയാണ് ചേർക്കുന്നത്. ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ഈ കടുപ്പമൊക്കെ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങി വരട്ടെ. ഇങ്ങനെ ചായ തിളച്ച് തുടങ്ങുമ്പോണ്ടല്ലോ നമ്മൾ ചേർത്ത സ്പൈസസിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടി തുടങ്ങും. ഇപ്പോൾ തേയിലയൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. ഒരു ഗ്ലാസ് 200 ml ആണ് കേട്ടോ. അതേ തീയിൽ തന്നെ കിടന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. നമ്മൾ ഇനി സിമ്മാക്കി കൊടുക്കാൻ പാടില്ല, തീ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. ആവശ്യമാണെങ്കിൽ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും സ്പൂണിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഈ പാട വരാതിരിക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം നിങ്ങൾ പൊടിത്തേയിലാണ് ചേർത്തെന്നുണ്ടെങ്കിൽ ചായ തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കടുപ്പ് അറിയാൻ പറ്റും എന്തോരുണ്ട് എന്നുള്ളത്. അപ്പോൾ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക തിളച്ച് വരുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചായ ഏകദേശം തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡും കൂടിയിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുവാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. ചിലർക്ക് നല്ല പതഞ്ഞിരിക്കുന്ന ചായ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. പതയ്ക്കണമെന്നുണ്ടെങ്കിൽ 1-2 വട്ടം ആറ്റി കൊടുക്കുക, നേരെ കപ്പിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മളെ മസാല ചായ റെഡി ആയിട്ടുണ്ട്. നല്ല തലവേദനയൊക്കെ ഉള്ളൊരു സമയത്തോ അല്ലെങ്കിൽ ഒരു ഉഷാറില്ലാത്തൊരു സമയത്തൊക്കെ ഒരു നല്ലൊരു മസാല ചായ, നല്ല കടുപ്പത്തിലൊരു മസാല ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും, ഒരു ഉന്മേഷം നമുക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.